നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രതിഷേധമറിയിച്ച് കേരളം. കന്നുകാലികളെ കശാപ്പിനായി വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിൽ വ്യാപക പ്രതിഷേധം. കേന്ദ്ര വിജ്ഞാപനം രാജ്യത്തെ മതനിരപേക്ഷ ഘടന തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രിയും മനുഷ്യാവകാശം കവർന്നെടുക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവും. കന്നുകാലി വിൽപ്പനയും കൈമാറ്റവും നിയന്ത്രിക്കുന്നത് ജനത്തോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് VS. കേന്ദ്ര ഉത്തരവ് നടപ്പാക്കുന്നതിൽ എതിർപ്പറിയിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രധാനമന്ത്രിക്ക് കത്തയക്കും. കശാപ്പ് നിരോധനം നടപ്പാക്കാൻ പ്രയാസമെന്നും തുടർ നടപടികൾ കേന്ദ്രത്തിൽ നിന്നുള്ള മറുപടി ലഭിച്ച ശേഷമെന്നും പിണറായി വിജയൻ. ആഗോളതലത്തിൽ ബീഫ് കയറ്റുമതിയിൽ 20% കൈയാളുന്ന ഇന്ത്യയുടെ വരുമാനത്തെ കശാപ്പ് നിരോധനം കാര്യമായി ബാധിക്കുമെന്ന് വിലയിരുത്തൽ. 2016 കണക്കുകൾ പ്രകാരം ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യക്കുള്ളത് 1ാം സ്ഥാനം. നിരോധനം കേരളത്തെയും പ്രതിസന്ധിയിലാക്കും. മൃഗസംരക്ഷണ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് 2015-16 കാലയളവിൽ കേരളം കശാപ്പ് ചെയ്തത് 12.39 ലക്ഷം കന്നുകാലികളെ. നിരോധനം സാമ്പത്തിക മേഖലയ്ക്കും തിരിച്ചടി. കന്നുകാലികളെ വിൽക്കുന്നത് കേന്ദ്രം നിരോധിച്ചതിലൂടെ കാർഷിക മേഖലയടക്കമുള്ള ഇന്ത്യൻ സാമ്പത്തിക രംഗം ഗുരുതരമായ ഭീഷണിയിലെന്ന റിപ്പോർട്ട്. വിജ്ഞാപനം സാരമായി ബാധിക്കുക കയറ്റുമതി തുകൽ വ്യവസായങ്ങളെ. കേന്ദ്ര നിയമം ജല്ലിക്കെട്ടിനും തിരിച്ചടിയായേക്കും. പദ്ധതിയിൽ പരിശോധന. വിഴിഞ്ഞം പദ്ധതിയിൽ പുനഃപരിശോധന നടത്തുമെന്ന മുഖ്യമന്ത്രി. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കും. പ്രതികരണം. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന കടന്നപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കരാർ വ്യവസ്ഥകൾ സർക്കാർ വിശദമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ വിവിധ തലങ്ങളിൽ പുനഃപരിശോധന ആവശ്യമാണ്. കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനില്ലെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതെന്നും വിശദീകരണം. കരാറിലെ ഗൂഢാലോചന സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കാനം രാജേന്ദ്രൻ. കരാറിലേക്ക് എത്താനുള്ള സാഹചര്യം, അതിനു പിന്നിലെ ഗൂഢാലോചന എന്നിവ സർക്കാർ വിശദമായി പരിശോധിക്കണം. പൊതുമേഖലാ പദ്ധതി അദാനിക്ക് തീരെഴുതുക എന്നത് കേന്ദ്രത്തിന്റെയും UDFന്റെയും ആസൂത്രിത ഗൂഢാലോചനയെന്നും പ്രതികരണം. കേസെടുക്കുന്നതിൽ നിയന്ത്രണം. അഴിമതി കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് ഡയറക്ടറുടെ മുൻകൂർ അനുമതി വേണമെന്ന ഉത്തരവ്. ലോക്നാഥ് ബെഹ്റ പുറത്തിറക്കിയ സർക്കുലറിൽ വിജിലൻസ് പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിൽ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടെന്ന നിർദ്ദേശം. ലഭിക്കുന്ന പരാതികൾ വിജിലൻസ് മേധാവിക്ക് കൈമാറണമെന്നും ഉത്തരവ്. അതിർത്തിയിൽ ഭീകരവേട്ട. ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖ മറികടന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 4 ഭീകരരെ വധിച്ച് ഇന്ത്യൻ സൈന്യം. ഭീകര സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാംപൂർ സെക്ടറിൽ തിരച്ചിൽ ഊർജിതം. പ്രതികൂല കാലാവസ്ഥ അന്വേഷണത്തെ ബാധിക്കുന്നതായി സുരക്ഷാസേന. കശ്മീരിലെ പ്രധാന പാതകളെല്ലാം മഞ്ഞിനടിയിലായത് കഴിഞ്ഞ ആഴ്ചകളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളിൽ വൻ വർധന ഉണ്ടാക്കിയതായി സൈന്യം. അതിനിടെ പുൽവാമയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരരുടെ പ്രകോപനം. വെടിയുതിർത്ത ശേഷം ഒളിവിൽ പോയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി സൈനിക വൃത്തങ്ങൾ. ആക്രമണം തുടരുമ്പോൾ. സിറിയയിൽ അമേരിക്കൻ സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിൽ 106 പേർ കൊല്ലപ്പെട്ടു. ലക്ഷ്യമിട്ടത് IS ഭീകരരെയെങ്കിലും മരിച്ചവരെല്ലാം സാധാരണക്കാരെന്ന് റിപ്പോർട്ട്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമെന്ന് ആശുപത്രി അധികൃതർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.